ഉടമ്പടി എടുക്കുമ്പോൾ ഈ സാന്നിധ്യത്തിൻ്റെ 2 സാധനം അതിനകത്തുണ്ട്. അതിനകത്ത് ഒന്നെന്താണ്? ഉടമ്പടിയില്ല അതിൻ്റെ കാശുരൂപം തന്നെയാണ് സാന്നിധ്യത്തിൻ്റെ. അതാണ് അത് പ്രപ്പോസ് ചെയ്ത്, അങ്ങനെയാണ് അത് വെഞ്ചരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മിസ് ചെയ്യരുതെന്ന് പറയണത്. ഇപ്പോൾ പുതിയ നിയമം ഇവിടെ പോകണമുണ്ടല്ലോ, ഒരു 2 മാസമായിട്ട് ഉടമ്പടി കാശുരൂപം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കത് കിട്ടത്തില്ല. യു വിൽ നോട്ട് ഗിവ് ഇറ്റ്. പണ്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമായിരുന്നു, ഇപ്പോൾ അതും കൊടുക്കണില്ല. വൈ? നിങ്ങൾ എന്ത് കാര്യം? അത് പ്രമാണം പോയ വല്ല ലക്ഷ്യമുണ്ട്? അത് ഉടമ്പടിയുടെ പ്രമാണമല്ലേ? ഉടമ്പടിയുടെ പ്രമാണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയെന്നൊക്കെ പറഞ്ഞാൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ് മീൻസ് അത്രയും കെയർലെസ്സാണ് നിങ്ങൾ ഉടമ്പടി നിൽക്കാൻ അർഹതയില്ലെന്നാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാശ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിനത് ഉരുപ്പടിയായി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണി ചെയ്യുക, വീട്ടിലുള്ള വേറെ ആരെങ്കിലും ഉടമ്പടി എടുപ്പിച്ചിട്ട് പുതിയ കാശ് വാങ്ങിക്കുക. അതേ നടക്കത്തുള്ളൂ. എന്നുവെച്ചാൽ എനിക്ക് മനസ്സിലാവണില്ല നിങ്ങൾ എന്തുകൊണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറയണത് ഇതൊന്നും നഷ്ടപ്പെടുത്തിയല്ല, ആർക്ക് കൊടുത്തതാണെന്നാണ് പറയണത്. അതാണ് പ്രശ്നം. അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഉടമ്പടി ജ്ഞാപകം പോലെ ഉപയോഗിക്കേണ്ടതാണ്, അല്ലാതെ അതൊരു വിശുദ്ധ വസ്തു മാത്രമല്ല. നിങ്ങൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണത്. അത് ഇവിടെ ചില ആൾക്കാർ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ ഉടമ്പടി എടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കാശുരൂപം കാണിക്കും. ഞങ്ങൾ പറഞ്ഞ കാശുരൂപം വേണ്ട, അപ്പം അത്തരം തരാൻ പറയും. എന്താ കാര്യം? ആരാണ്ടിൻ്റെ കാശുരൂപം അനിയത്തിയുടെയോ ചേട്ടത്തിയുടെയോ നാട്ടുകാരുടെയോ അവിടുന്ന് എരവ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഉടമ്പടി എടുത്താൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി. ഇത് പറയാനാ? അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഉടമ്പടി കാശുരം കളയരുത്. പിന്നെ അതിൻ്റെ കൊളുത്തു പോകുകയോ അത് ആ ഉടമ്പടി കാശുരൂപത്തിൻ്റെ പടം വെക്കുകയോ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പൈസ വരെ വാങ്ങിക്കാതെ അതേ കാശുരൂപം തിരിച്ചു തരും. കാര്യം എന്താ? നിങ്ങൾ ഉടമ്പടി നിലനിൽക്കുകയാണ്, അതുകൊണ്ട് വി വിൽ ഗിവ് ഇറ്റ് ബാക്ക്. പക്ഷേ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല, അത് ഓർത്തേക്കണം. പിന്നെയുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ആരെങ്കിലും കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണതിനെ മാർഗ്ഗം, വേറെ മാർഗ്ഗമില്ല. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യാനുള്ള കൃപ ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്, എങ്ങനെയാണ് ലൈഫ് തിരിച്ചു പിടിക്കണത്, ലൈഫ് നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുക. ഇപ്പം സത്യദാസിൻ്റെ വിഷയം എന്താണ്? സത്യദാസ് ഉടമ്പടി എടുത്ത ശേഷം ഉടനെ അയാളത് പൂർണ്ണമായി വിശ്വസിച്ചു എന്നുള്ളതാണ്. എൻ്റെ മക്കളെ, ഈ പൂർണ്ണമായി വിശ്വസിക്കാത്തൊരു ഉടമ്പടി എടുക്കരുത് കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാട്ടുകാരെടുത്തല്ലോ, വീട്ടുകാരെടുത്തല്ലോ, കൂട്ടുകാരെടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. ആ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ദൈവവുമായിട്ടുള്ള ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിന് ആദ്യം തന്നെ നിങ്ങൾ ഈ പ്രമാണം വായിച്ച് കേൾക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇപ്പം നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ ചെല്ലുമ്പോൾ രജിസ്റ്റർ നമ്മളെന്താ ചോദിച്ചത്? പണം കൊടുത്തോ എന്ന്, കൈപ്പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ കൈപ്പറ്റിയെന്ന് പറയും, പണം കിട്ടിയെന്ന് പറയും. പിന്നെ മറ്റുള്ളവരോട് ചോദിക്കണത് എന്താണ്? ആധാരം വായിച്ചു നോക്കിയോ, അല്ലേ? അങ്ങനെ ചോദിക്കത്തില്ലേ? ആധാരം വായിച്ചു നോക്കി. അപ്പോൾ ഇവർ പറയാം വായിച്ചു നോക്കിയെന്ന് പറയും. എവിടാ വായിച്ചു നോക്കിയെങ്കിൽ പിന്നെ എന്തിനാണ് കൃപാസനത്തിൽ വന്നിട്ട് വഴിയില്ലെന്ന് പറയണത്? അപ്പോൾ വായിച്ചു നോക്കിയില്ലെന്നല്ല എൻ്റെ അർത്ഥം. അച്ഛൻ ഒരു അബദ്ധം പറ്റിപ്പോയി, ചതിയായിപ്പോയി. എന്ത് പറ്റി? പ്രമാണം കിട്ടി, പക്ഷേ അതിൻ്റെ സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ വഴിയില്ലെന്ന്. പിന്നെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പോണം, അതിനുവേണ്ടി പ്രളയം ഇടേണ്ടി വരും മിക്കവാറും. അതാ പ്രശ്നം. അതാ വായിച്ചു നോക്കില്ലെന്നർത്ഥം. ഇങ്ങനെ കുറേ അണ്ണന്മാർ ഉടമ്പടി ചെയ്തിട്ടുണ്ട് വായിച്ചു നോക്കാതെ കറക്റ്റായിട്ട്. പക്ഷേ സത്യദാസ് അങ്ങനെയല്ല. ഏറ്റവും കാര്യങ്ങൾ വായിച്ചു നോക്കി. അതിൻ്റെ അത് നമുക്ക് തരുന്ന പ്രോമിസ് എന്താണെന്ന് നോക്കി. പ്രോമിസ് എന്താണ്? ഞാൻ നിൻ്റെ കൂടെ വരും. എങ്ങനെയാണ്? ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും, നിന്നെ ആശ്വസിപ്പിക്കും. 33:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പുറപ്പാട് 33:14. പുറപ്പാട് 33:14. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും. കൈയടിച്ച് നിന്നോട് കൂടെ വരികയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അല്ല, പന്ത് കളി കാണാനല്ല കൂടെ വരണത്, മനസ്സിലായില്ലേ? ഞാൻ തന്നെ ഒന്ന് പറഞ്ഞു, ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ ജീവിത വഴികളില് ഞാൻ പതറിപ്പോകുമ്പോഴേ എന്നെ ചേർത്ത് പിടിക്കാൻ, ആശ്വാസം നൽകാൻ എന്റെ കൂടെ വരുമെന്ന് ഉടമ്പടിയിലൂടെ
വാഗ്ദാനം ചെയ്ത ദൈവമേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 33:14 എന്താണ് പറയണത്? ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പൊ സത്യദാസ് അത് അതുപോലെ വിശ്വസിക്കുകയാണ്. പലർക്കും പറ്റാൻ പറയുന്ന അബദ്ധം എന്താണെന്നറിയാമോ? എല്ലാവരും ഡിജിറ്റലി ഉടമ്പടി ചെയ്യും, അവിടെ പറയണതൊക്കെ കേൾക്കണത് എപ്പോഴാണ് ഈ ക്ലാസ് തീരണത് അറിയത്തില്ല, കുറേ ഇനി എത്ര സമയം എടുക്കും? 1 മണിക്കൂർ എടുക്കുക. അപ്പോൾ ഈ താഴെപ്പോയിട്ട് എന്തായിരിക്കും? താഴെപ്പോഴും 1.5 മണിക്കൂറുണ്ടാവും. 2.5 മണിക്കൂർ. അപ്പോൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കണം? ഇങ്ങനെയാണ് ആൾക്കാർ നിൽക്കണത്. അതുകൊണ്ടാണ് ഉടമ്പടി ചില ആൾക്കാർക്ക് കൊടുക്കണത്. ആ സത്യദാസ് അങ്ങനെയല്ല, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും. അപ്പോൾ കർത്താവ് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? എനിക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. എന്നെ ആശ്വസിക്കാരെ എനിക്ക് എൻ്റെ വസ്തു കണ്ടവൻ കൊണ്ടുപോയില്ലേ? ഞാൻ പഞ്ചായത്ത് ചെല്ലുമ്പോൾ അവരെന്നെ തല്ലാനും കൊല്ലാനും എന്നെ പോലെയാണ് എന്നെ നോക്കണത്. അപ്പം ഞാൻ ഇനി അടുത്ത് പോകാനാണ്, എനിക്ക് കർത്താവേ ഉള്ളൂ. എന്നിട്ട് ഈ മനുഷ്യൻ പിറ്റേ ദിവസം തന്നെ ഉടമ്പടി കാശ്വര്യം കൊണ്ട് വിശ്വാസം പ്രമാണം ചൊല്ലിക്കൊണ്ട് പഞ്ചായത്ത് ആഫീസിൽ പോകും. ഇയാളെ ഓടിച്ചിട്ട് തൊഴിച്ചെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി വിരട്ടി ഓടിച്ച് സെക്രട്ടറി എടുത്ത് ചെല്ലും. അപ്പം സംഭവിക്കണം, ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ ഉടമ്പടി കാശ്വര്യം ഹോൾഡ് ചെയ്തുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഈ മനുഷ്യൻ പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോൾ തന്നെ സെക്രട്ടറി കസ്റ്റഡി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഉടനെ ഇങ്ങോട്ട് പറയും, നിങ്ങളുടെ കാര്യമെല്ലാം സെറ്റാകാൻ പോകും, ഞാൻ ഇന്ന് തന്നെ അത് കറക്റ്റ് ചെയ്തോളാം. വിതിൻ നോ ടൈം 2 കടയും പുള്ളിയുടെ പേര് എഴുതി കൊടുത്ത് രസീതും കൊടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. യേശു പ്രവർത്തിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ ഫലപ്രാപ്തി ഇരിക്കുന്നത് ഈ വാഗ്ദാനങ്ങളിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസിക്കും. ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ. ഇപ്പോൾ അൻസമ്മ മാനന്തവാടിയുടെ സാക്ഷ്യമുണ്ടായി. ഈ ദിവസങ്ങളുണ്ടായിരുന്ന സാക്ഷ്യങ്ങളിൽ രസകരമായ സാക്ഷ്യം. അൻസമ്മ നമ്മളെ ഉടമ്പടി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പോലും പറയാത്ത കാര്യം അവർ പറയുന്നുണ്ട്. എന്താ അൻസമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ, അൻസമ്മയുടെ വഴിയില്ല, നടക്കാൻ വഴിയില്ല, കണ്ടവൻ്റെ വഴിയിൽ കൂടി തന്തക്കുളി കേട്ട് വേണം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കണം. സങ്കടകരമായ അവസ്ഥയാണ്. വഴിയില്ലെങ്കിൽ അറിയാമല്ലോ നിങ്ങൾക്ക്. വഴിയില്ലെങ്കിൽ എന്താണ്? മക്കളെ കെട്ടിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ ആലോചനയൊക്കെ വന്നു കഴിയുമ്പോൾ വഴിയില്ലെന്നും പറഞ്ഞ് ആൾക്കാർ പോകും. അതുകൊണ്ട് ആൻസം വളരെ പരുങ്ങലാണ്, ജീവിതം പരുങ്ങലാണ്. ലൈഫില്ല, ജീവിതമില്ല. അപ്പം ജീവിതമില്ലാത്ത കൊണ്ട് എന്താ പറയണത്? എൻ്റെ ആത്മാവിനെ. അപ്പം എസെക്കിയേൽ 17:14 ഒന്ന് വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. അപ്പം ലൈഫ് നഷ്ടപ്പെട്ടെങ്കിൽ എന്താ മാർഗം? എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിലെ നിവേശിപ്പിക്കും.
നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. അപ്പൊ നമുക്ക് വാസയോഗ്യമല്ലാത്തൊരു അവസ്ഥ വന്നാൽ അടുത്ത നടപടി എന്താണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ നിവേശിപ്പിക്കും. പിന്നെന്താ പറയണത്? നിങ്ങൾ ജീവിക്കാം. ഞാൻ നിങ്ങളെ നിന്റെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. അപ്പം ചില ആൾക്കാർ പറയല്ലേ, അച്ഛാ വഴിയുമില്ല, മക്കൾക്ക് പെണ്ണും കിട്ടണില്ല, വിറ്റിച്ചിട്ട് പോകാൻ പോകുകയാണെന്ന് പറയും. എവിടെ പോകാനാണ്? എത്ര രൂപ കിട്ടും ചേച്ചി? പോയാലേ അവിടെ പോയാൽ നിങ്ങളെ വല്ലവർക്കും അറിയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയൊക്കെ താമസിച്ച പിന്നെ ഇങ്ങനെയുള്ള കല്യാണ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ നിങ്ങളുടെ വേറെ ബൗട്ട്സൊക്കെ തിരക്കി വരുമ്പോൾ നിങ്ങൾക്കിവിടെ ആകാശവും ഭൂമിയും ഇല്ല, വേരും കായും ഇല്ലെന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ സംശയിക്കത്തില്ലേ ഇങ്ങനെ പോണത് ശരിയാണ്, വേറെ വഴിയുണ്ടാന്ന് നോക്കട്ടെ. അവിടെ വെച്ചാണ് ഞാൻ ഈ വിഷയം സെറ്റ് ചെയ്യണത്. ഞാൻ പറഞ്ഞ കർത്താവ് ഇവരെ വിടരുത്, ഇവരിത് വിറ്റിച്ചിട്ട് വേറെ ഒരു സ്ഥലത്ത് പോയി വാടക ഒറ്റയ്ക്ക് താമസിച്ചപ്പോൾ ഞാൻ അവിടെ ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആകാശവും ഭൂമിയും പാരമ്പര്യവും കുടുംബമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്ന് എങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിലവാരത്തിൽ പെണ്ണ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുമെന്ന് പറയണത്. ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായി ജീവിക്കുകയാണ്. ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും ലൈഫ് ത്രട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നിങ്ങൾ അപ്പം തന്നെ സ്പിരിച്വലായിട്ട് എംപവർ ചെയ്യണം. അതാണ് പറഞ്ഞത്. 37:14 ഭയങ്കര വചനമാണ്. എസക്കിയേൽ എന്താണ്? ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് നിവേശിപ്പിക്കാം, നിങ്ങൾ ജീവിക്കാം. അപ്പം നമ്മളുടെ ജീവിതം കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഉള്ള മാർഗം എന്താണ്? ആത്മാവിൽ നവീകരിക്കണമാണ്. വെരി വെരി സിമ്പിളാണ് സംഭവം. ആൻസമ്മ അങ്ങനെ ഒരാളാണ്. ആൻസമ്മ എന്താ ചെയ്തെന്നറിയാമോ? ഉടമ്പടി പ്രകാരം കൃത്യമായിട്ടാണ് ജീവിക്കുന്ന ആൾ. നിനക്കറിയാമല്ലോ, ഉടമ്പടി ഒരു പ്രാർത്ഥനാ രീതിയല്ല, ജീവിത രീതിയാണ്. അപ്പോൾ ഉടമ്പടി പ്രകാരം ജീവിച്ചിട്ട് ആൻസമ്മ പറഞ്ഞു, ഈ കിട്ടാത്ത വഴിയിലൂടെ ആൻസമ്മ എപ്പോഴും പോവും, എല്ലാ ദിവസവും. എങ്ങനെയാണെന്നറിയാമോ? പച്ചത്തിരി കത്തിച്ചുകൊണ്ട് പോവും. പച്ചത്തിരി കത്തിച്ച് പ്രത്യക്ഷനെ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് പോവും. എന്നിട്ട് ആൻസമ്മ പറയണത്, ഈ പച്ചത്തിരി എൻ്റെ കയ്യിലെടുക്കുമ്പോൾ ഞാൻ പറയും, പ്രപഞ്ച പ്രകൃതിയുടെ മാതാവേ, കൃപാസനം മാതാവേ. കുളിർ കോരിപ്പോകും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ, ഉടനടി പരിഹാരമേകും അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ആൻസമ്മ ചെല്ലുന്ന പ്രാർത്ഥന എന്താണെന്നറിയാം? അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെല്ലിയാലേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ പറ്റത്തുള്ളൂ? ആദ്യം വിശ്വാസ പ്രമാണം ചെല്ലണം. അതിലാണ് ഈ സംഭവം ഒരുക്കി. വെട്ടിമരുന്ന് മുഴുവൻ ഇരിക്കണം അവിടെയാണ്. വെടിമരുന്ന് നമ്മൾ ഈ വിശ്വാസ പ്രമാണത്തിലിരിക്കുന്ന വെടിമരുന്നിനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊണ്ട് കത്തിക്കണം നമ്മൾ ചെയ്യണത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീയാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം സാധൂകരിക്കുക, നീതീകരിക്കുക എന്നുള്ളത് അമ്മയുടെ ചുമതലയാണ്. അമ്മ സമയ കടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് 2004 പ്രത്യക്ഷപ്പെടുമ്പോൾ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഇന്ന് വരെ ദുരന്തമൊഴിഞ്ഞിട്ട് കേരളത്തിലെ ലോകത്തിലെ നേരമില്ല. നമ്മളും തന്നെയും ഓരോ വ്യക്തി ദുരന്തങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പറ്റിയ പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥനയായിട്ട് അമ്മ തന്നതാണ്. അപ്പോൾ അതിലുള്ളതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീയാണ്, പക്ഷേ വിശ്വാസ പ്രമാണം വെടിമരുന്നാണ്. ഈ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലിക്കൊണ്ടാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീ വെടിമരുന്ന് കൊടുക്കുമ്പോഴാണ് ഈ സംഭവം പൊട്ടണത്. ആൻസമ്മ രണ്ടും ചൊല്ലിക്കൊണ്ടാണ് ചെയ്യണത്. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പച്ചത്തിരി പിടിച്ചുകൊണ്ട് ആണ് ഈ കിട്ടാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. അതൊരു വിശ്വാസത്തിൻ്റെ ഒരു യാത്രയാണ്. അധികം സഞ്ചരിക്കേണ്ടി വന്നില്ല. 41 ദിവസം സഞ്ചരിച്ചപ്പോൾ ഈ വഴി അവളുടെ പേരിൽ എഴുതി കിട്ടും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാനപീഠമേ,
സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും.